മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം സങ്കീർത്തകൻ 51:10, The book of Psalms chapter 51 verse 17, ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. പുഷ്പചക്രമോ പൂമാലയോ കെട്ടുന്നതിന് ചതഞ്ഞു കീറി വാടിയ പുഷ്പങ്ങൾ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കുകയില്ല. 2 തുണികൾ കൊണ്ട് ഉടുപ്പുകൾ തുന്നുന്നുമില്ല. എന്നാൽ കരവിരുതുള്ളവർ 2 തുണികൾ കൊണ്ട് മനോഹര വസ്തുക്കൾ രൂപപ്പെടുത്താറുണ്ട്. ഒരു സ്നേഹിതന്റെ സ്വീകരണ മുറിയിലെ കസേരകളിൽ ഇരുന്ന കുശലികൾ വളരെ മനോഹരമായിരുന്നു. പുഷ്പ ഇതളുകൾ കൊണ്ട് നിർമ്മിച്ച മെത്തയ്ക്ക് സമമായിരുന്നു അവ. അവയെപ്പറ്റി പ്രശംസിച്ചപ്പോൾ ഗ്രഹനായിക ഇപ്രകാരം പറഞ്ഞു: തയ്യൽക്കടയിൽ വെട്ടിക്കളയുന്ന തുണ്ടുതുണികൾ തുന്നിപ്പിടിപ്പിച്ച് നിർമ്മിച്ചവയായിരുന്നു അവയൻ. കലാബോധമുള്ള ഒരാളുടെ കരവിരുതിന് വിധേയമായപ്പോൾ ചവറ്റുകൊട്ടയിൽ അവഗണിക്കപ്പെടേണ്ട തുണിക്കഷ്ണങ്ങൾ മനോഹര വസ്തുക്കളായി രൂപാന്തരപ്പെട്ടു. ആധ്യാത്മികമായും ധാർമ്മികമായും തകർന്നവരെ കർത്താവിന്റെ കരങ്ങളിൽ കിട്ടിയാൽ അവരെ വിശുദ്ധന്മാരായി രൂപപ്പെടുത്തും. തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ മാത്രമേ രൂപാന്തരപ്പെടുത്തുന്ന സാധിക്കൂ. സ്വന്തം കുറവുകളെപ്പറ്റി ബോധ്യമില്ലാത്ത കഠിനഹൃദയരെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കുകയില്ല. തകർന്ന നിലയിൽ നിന്ന് ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്നവനായി അവരെ രൂപാന്തരപ്പെടുത്തും. കർത്താവായ ഈശോ നീതിമാന്മാരെ അല്ല, പാപികളെ രക്ഷിക്കാനാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. നാം നമ്മുടെ തകർന്ന ജീവിതത്തെപ്പറ്റി ആകുലതരും ദുഃഖിതരുമാണോ? പാപം നമ്മുടെ ജീവിതത്തിൽ കറകൾ പുരട്ടി ജീവിതത്തിന്റെ മാറ്റും വിലയും ഇല്ലാതാക്കിയെന്ന് ഭയപ്പെടുന്നവരുണ്ടോ? നമ്മുടെ അബദ്ധങ്ങളും കുറവുകളും നിമിത്തം പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത്. തകർന്ന പാത്രങ്ങളെ ഉടച്ചു വാർക്കുന്നത് പുതിയ പാത്രങ്ങളാക്കുവാൻ കർത്താവിന് സാധിക്കും. ദൈവം ആഗ്രഹിക്കുന്ന കാഴ്ച തകർന്ന മനസ്സാണ്. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.